നമസ്കാരം. ഒരു ക്യൂസ് പ്രോഗ്രാമോടുകൂടി ഇന്നത്തെ സെയിലിംഗ് കമൻട്രി 443 ദിവസത്തെ സെയിലിംഗ് കമൻട്രി ആരംഭിക്കാം. ആദ്യം മുതലേ പറഞ്ഞതാണ്, ഇടയ്ക്ക് ഓർമ്മപ്പെടുത്താൻ വിട്ടുപോയി. ഇതൊരു ഇൻറ്ററാക്റ്റീവ് പ്രോഗ്രാമാണ്, വൺ വേ ട്രാഫിക് അല്ല. പ്രേക്ഷകർക്കും ഇതുപോലുള്ള കാര്യങ്ങൾ ചെയ്യാം. ഒരു പ്രേക്ഷകൻ, ജോണി എന്ന് പറയുന്ന പ്രേക്ഷകൻ, എല്ലാ ദിവസവും ഹൈലി റിലീജിയസ് ആയിട്ട് അദ്ദേഹത്തിൻ്റെ യാത്ര, റിസർവ് ബാങ്കിലെ ഉദ്യോഗസ്ഥനാണ് അദ്ദേഹം, നമ്മുടെ ബൈപ്പാസിലൂടെയാണ് കടന്നു പോകുന്നത്. തുറമുഖത്തിൻ്റെ നാളത്തെ വാതായനത്തിലൂടെയാണ് കടന്നു പോകുന്നത്. എല്ലാ ദിവസവും ഇപ്പോൾ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് കണക്ടിവിറ്റി, നമ്മുടെ റോഡ് കണക്ടിവിറ്റി എങ്ങനെ നടക്കുന്നു, പുരോഗമിക്കുന്നുണ്ടോ എന്നുള്ളതിൻ്റെ ഒരു ഫോട്ടോ, ഒരു വീഡിയോ, അദ്ദേഹത്തിൻ്റെ ഒരു ഓഡിയോ സന്ദേശം എല്ലാ ദിവസവും അയച്ചു തരാറുണ്ട്. കാര്യമായ ഒരു പുരോഗതിയില്ല. അദ്ദേഹം അവിടെ ഒരു ചെറിയ ചലനം പോലും നമുക്ക് ഒപ്പിയെടുത്ത് തരുന്നുണ്ട്. അവിടെ കമ്പി കെട്ടുന്നുണ്ട്, ഒരു വണ്ടി കൂടുതൽ വന്നിട്ടുണ്ട്, ഇങ്ങനെയുള്ള മൈന്യൂട്ടായിട്ടുള്ള ഡീറ്റെയിൽസ് പോലും അദ്ദേഹം നമുക്ക് എടുത്തയച്ചു തരുന്നുണ്ട്. അതാണ് ഞാൻ പറഞ്ഞത്, സെയിലിംഗ് കമൻട്രി ഒരു ഇൻറ്ററാക്റ്റീവ് ആണ്. വ്യൂവേഴ്സിന് തന്നെ എന്താണ് നമ്മൾ പണ്ട് പറയാവുന്ന സിറ്റിസൺ ജേർണലിസം എന്ന് പറയാവുന്നത് പോലെ ഇപ്പോൾ മൊബൈൽ ജേർണലിസമാണ്. മൊബൈൽ വെച്ചുകൊണ്ട് തന്നെ ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. അപ്പോൾ അങ്ങനെ ഒരു ക്യൂസ് പ്രോഗ്രാമാണ് ആദ്യം അവതരിപ്പിക്കുന്നത്. ഒരു കപ്പൽ കടലിൽ ഇറങ്ങിയാൽ, നീറ്റിൽ ഇറങ്ങിയാൽ എന്ന് പറയും. കടലിൽ ഇറങ്ങിയാൽ ശരാശരി ഒരു പോർട്ടിൽ ഒരു വർഷം എത്ര പ്രാവശ്യം എത്താം? ഗൂഗിൾ ചെയ്തൊക്കെ നോക്കി പറഞ്ഞാൽ മതി. അതിനൊരു ഇതും തരാം, സൂചനയും തരാം. ഇപ്പോൾ പെട്ടെന്നുള്ള തൊട്ടടുത്തുള്ള തൂത്തുക്കുടിയിൽ നിന്ന് ഇങ്ങോട്ട് വരുന്നു, കൊളംബോയിൽ നിന്ന് വരുന്നു, ജിബൂട്ടിയിൽ നിന്ന് സ്ഥിരമായിട്ട് ഇപ്പോൾ വരുന്നുണ്ട്. അപ്പോൾ ഏകദേശം ഒരു മാസമാണ്, അല്ലെങ്കിൽ ഒരു മാസത്തിൽ 2 തവണയൊക്കെ നമ്മുടെ എക്സ്പ്രസ് കാവേരി വരുന്നതായിട്ട് തോന്നിയിട്ടുണ്ട്. ഒരു മാസത്തിൽ 2 തവണ. അപ്പോൾ നമ്മൾ ശരാശരി എടുക്കണം. ഈ ഫീഡർ വെസൽ മാത്രമല്ല, മദർ വെസലുകളും കൂട്ടി യോജിപ്പിച്ചുകൊണ്ട് അങ്ങനെയാണെങ്കിൽ ഒരു കപ്പൽ ഒരു പോർട്ടിൽ ഒരു വർഷം എത്ര തവണ വരാം? കപ്പലിൻ്റെ ക്യൂസ് പ്രോഗ്രാം അവതരിപ്പിക്കാൻ കാരണം, ലോകത്തിൽ ആദ്യമായി എന്നാണ് അവർ പറയുന്നത്. ശരിയാണോ എന്ന് എനിക്കൊരു അറിയില്ല, നമ്മുടെ അറിവില്ലായ്മ നമുക്ക് പുറത്ത് പറയണ്ട. മേഴ്സ്ക് ഹാലിഫാക്സ് മേക്സ് ഹിസ്റ്ററി ആസ് ഫസ്റ്റ് ലാർജ് കണ്ടെയ്നർ ഷിപ്പ് കൺവേർട്ടഡ് ടു മെത്തനോൾ ഫ്യൂവൽ. ആദ്യമായിട്ട് നിലവിലുള്ള ഒരു കപ്പൽ റിട്രോഫിറ്റ് ചെയ്ത് മെത്തനോളിലോട്ട് മാറ്റിയിരിക്കുകയാണ്. അതിൻ്റെ പേരും മാറ്റി, കപ്പലിൻ്റെ പേരും മാറ്റി. മേഴ്സ്ക് ഹാലിഫാക്സ് എന്നാണ് ഇപ്പോഴത്തെ പേര്. നേരത്തെ ഉള്ളത് മേഴ്സ്ക് ഹാലോ അങ്ങനെ എന്തോ ആണ്, പെട്ടെന്ന് ഓർമ്മയിൽ വരുന്നില്ല. അപ്പോൾ അങ്ങനെ ആദ്യമായിട്ട് ഒരു റിട്രോഫിറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഇതിൻ്റെ ഒരു പൊട്ടൻഷ്യലാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. പഴയ കപ്പലുകൾ പോലും മെത്തനോൾ ഫ്യൂവലിലോട്ട് മാറുന്നതാണ് ഒരു ട്രെൻഡ്. അങ്ങനെയാണെങ്കിൽ ആകെ എത്ര മെത്തനോൾ, കാരണം നമുക്ക് മെത്തനോൾ ഫ്യൂവലുള്ള കപ്പലുകൾ വരുമ്പോഴാണ് നമ്മൾ വിശ്വസിക്കുന്ന ഒരു കാര്യത്തിൻ്റെ സാധ്യത നമുക്ക് കൂടുതൽ പ്രയോജനം ചെയ്യുക. DNV എന്ന് പറഞ്ഞാൽ ആഗോള ബ്രാൻഡാണ്. നമുക്ക് വലിയ പരിചയം ഉണ്ടാവില്ലായിരിക്കാം, പക്ഷേ കപ്പൽ മേഖലയിലെ കുലപതിയാണ്. നോർവേയിലെ കമ്പനിയാണ്, നോർവീജിയൻ ക്വാളിറ്റി ഇൻസ്പെക്ഷൻ മാനേജ്മെന്റ് കമ്പനിയാണ്, ക്വാളിറ്റി മാനേജ്മെന്റ്. ഡെറ്റ് നോസ്കെ വെറിത്താസ്, അതാണ് DNV. DNV എന്ന് പറയുന്നതായിരിക്കും എല്ലാവർക്കും പരിചയമുള്ള. DNVയുടെ ഒരു കണക്ക്, DNV's Alternative Fuels Insights Database calculates a total of 218 methanol fueled container ships are due for delivery by 2030. നമ്മളെ സംബന്ധിച്ച്, നമ്മൾ സംസാരിക്കുന്നത് നമ്മളെ സംബന്ധിച്ചിട്ടുള്ള കാര്യമാണ്, നമ്മുടെ തുറമുഖത്തെ സംബന്ധിച്ചിട്ടുള്ള കാര്യമാണ്. നമ്മുടെ തുറമുഖം വഴി നമുക്ക്, നമ്മുടെ നാട്ടുകാർക്ക്, നമ്മുടെ മക്കൾക്ക് പ്രയോജനമുണ്ടാകുന്ന കാര്യങ്ങളാണ് സെയിലിംഗ് കമൻട്രി എപ്പോഴും സംസാരിക്കുന്നത്. ഇന്നലെ അതിനകത്ത് ചില പോരായ്മകൾ കണ്ടപ്പോൾ വളരെ വേദനയോടെ ഒരു റിപ്പോർട്ട് അവതരിപ്പിച്ചു. ആ റിപ്പോർട്ട് അവതരിപ്പിച്ചപ്പോൾ ചിലർ ചാടി വീണിട്ടുണ്ട്. വിഴിഞ്ഞം പദ്ധതി തകർന്നു, തരിപ്പണമായി. സന്തോഷമാണ് അവർക്ക്. ഞങ്ങൾ വി ഷാൽ ഓവർകം, അറിയാമോ അങ്ങനെ ഒരു പാട്ട്?
ഞങ്ങൾ അതിജീവിക്കും. ഞങ്ങൾ സകല തടസ്സങ്ങളെയും അതിജീവിച്ചു മുന്നേറും. പോരായ്മകൾ ചൂണ്ടിക്കാണിക്കും, അതിനകത്തൊന്നും യാതൊരു സംശയവുമില്ല. പോരായ്മകൾ, തെറ്റുകൾ തിരുത്തി ഞങ്ങൾ മുന്നേറി ഈ പദ്ധതി കേരളത്തിനും ഇന്ത്യക്കും ഏറ്റവും വലിയ ആസ്തിയാക്കി മാറ്റും. അതുകൊണ്ടാണ് നമ്മൾ തുടർച്ചയായിട്ട് ഈ ഗവേഷണം നടത്തി ജനങ്ങൾക്ക് കൂടി പ്രയോജനം ചെയ്യുന്ന തരത്തിൽ ഈ പദ്ധതി മാറ്റുവാനുള്ള ശ്രമങ്ങൾ ഞങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അങ്ങനെ DNVയുടെ കണക്ക് 218 കപ്പലുകൾ 2030 മെത്തനോൾ ഫ്യൂവലിന്റെ കപ്പൽ ഇറങ്ങുമ്പോൾ എത്ര തവണയായിരിക്കും ഈ കപ്പലുകൾ നമ്മുടെ തുറമുഖത്ത് വരിക? പോർട്ട് ഓഫ് ട്രിവാൻഡ്രം പോർട്ടിൽ എത്ര തവണ വരും? എൻ്റെ ഒരു കണക്കനുസരിച്ച് ശരാശരി ഒരു കപ്പൽ 5 തവണ വരാം. ഒരു വർഷത്തിൽ 5 തവണ വരാം. 2 മാസത്തിലൊരിക്കൽ. മദർ വെസലാണെങ്കിൽ പോലും 2 മാസത്തിലൊരിക്കൽ വരാം. ചരക്കുണ്ടാവണം, ഇവിടെ ഇറക്കാനുള്ള സാധനം ഉണ്ടാവണം, ഇവിടെ നിന്ന് കയറ്റാനും ബോക്സ് ഉണ്ടാവണം. അങ്ങനെയാണെങ്കിൽ ഒരു മദർ വെസൽ 5 തവണ നമ്മുടെ പോർട്ടിൽ വരും. അപ്പോൾ 2018 മെത്തനോൾ ഫ്യൂവൽ വെസൽ എന്ന് പറഞ്ഞാൽ 1000 കപ്പലിന് തുല്യമാണ്. നമ്മളെ സംബന്ധിച്ചിടത്തോളം ഓരോ തവണ കപ്പൽ വരുമ്പോഴും ഫ്യൂവൽ കൊടുക്കണം. അതിനുവേണ്ടിയാണ് നമ്മൾ ഈ കണക്ക് പഠിക്കാൻ ശ്രമിച്ചത്. ഇപ്പോഴത്തെ നിലവിലുള്ള അവസ്ഥ, ആസ് ഓഫ് February 24, there are 29 methanol fuel ships in operation and 228 on order. The number of methanol fuel ships is expected to increase significantly in the coming years. ഗണ്യമായ വർധനവുണ്ടാകുമെന്ന് പറയുന്നു. നേരത്തെ നമ്മൾ 2030 പറഞ്ഞപ്പോൾ വിഴിഞ്ഞ പദ്ധതിയുടെ എല്ലാ ഫേസും അവസാനിക്കുന്നത് 2028. അപ്പോൾ ഒരു വർഷം മെത്തനോൾ ഫ്യൂവൽഡായിട്ട് 1000 കപ്പലുകൾ, 1000 ഞാൻ ഇങ്ങനെ വെക്കും, 1000 കപ്പലുകൾ വന്നു പോകുമ്പോൾ അതിനനുസരിച്ച് ഫ്യൂവൽ നൽകാൻ നമ്മൾ തയ്യാറാണോ? നമ്മൾ അത്തരം കാര്യങ്ങളിൽ എന്തെങ്കിലും തുടക്കമിടാൻ കഴിയുന്ന പല നല്ല സൂചനകളും വരുന്നുണ്ട്. അത് നാളെ അവതരിപ്പിക്കാം. കാരണം ഇന്ന് തന്നെ തരേണ്ട ഇന്നലത്തെ കഥയുടെ ഒരു തുടർച്ച കൂടി ഇന്ന് പറയുവാനുണ്ട്. പ്രേക്ഷകർ ഇന്നലത്തെ റിപ്പോർട്ട് കണ്ടവർ കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് കാണണം. നമ്മുടെ നാട് എങ്ങനെയാണ് മുന്നോട്ട് പോകുന്നതെന്ന് അറിയാൻ സഹായിച്ചേക്കും. ആ റിപ്പോർട്ട് ഒരു ചലഞ്ചായിരുന്നു. ആർക്ക് വേണമെങ്കിലും ചലഞ്ച് ഏറ്റെടുക്കാമെന്ന് പറഞ്ഞിട്ട് ഒരാൾ ചലഞ്ച് ഏറ്റെടുത്തു. ആ ചലഞ്ച് ഇങ്ങനെയാണ്: അന്നത്തെ വിസിൽ ഉദ്യോഗസ്ഥരുടെ വാക്ക് കേട്ട് ഞാനും KPCC ഓഫീസിൽ വന്നിരുന്നെങ്കിൽ, അദ്ദേഹത്തിനൊരു വാക്ക് വിട്ടുപോയി, ഇന്ന് താങ്കളോട് തീർച്ചയായും പരസ്യമായിട്ട് ക്ഷമ ചോദിക്കുമായിരുന്നു. ഇന്നലത്തെ റിപ്പോർട്ടിൽ വിസിലിനെ ബ്രൂട്ടസിന്റെ കൂട്ടത്തിൽ ഞാൻ ഉൾപ്പെടുത്തിയിരുന്നില്ല. ഇന്ന് അന്നത്തെ വിസിൽ ഉദ്യോഗസ്ഥരെയും ഞാൻ ബ്രൂട്ടസിന്റെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തുകയാണ്. കാരണം അതിൻ്റെ സാക്ഷിയാണ് ശ്രീ റിച്ചൻസ്. വിഴിഞ്ഞത്തെ സമരസമയത്ത്, അതിനു മുമ്പ് ഞങ്ങൾ ഒരുമിച്ച് ഈ പദ്ധതിക്ക് വേണ്ടിയുള്ള നിരവധി പ്രവർത്തനങ്ങൾ ഗ്രാമതലത്തിലും ജില്ലാതലത്തിലും നടത്തിയവരാണ്. അദ്ദേഹം ഞാൻ അറിയാതെ തന്നെ ഇന്നലത്തെ എപ്പിസോഡിൻ്റെ ഒരു സാക്ഷിയായിരുന്നു എന്നുള്ള വിവരം ഇന്ന് അദ്ദേഹം കത്തിലൂടെ, വാട്സാപ്പ് സന്ദേശത്തിലൂടെ, ഫേസ്ബുക്കിലൂടെ ലോകത്തെ അറിയിച്ചു. അദ്ദേഹത്തിൻ്റെ വാക്കാണ്: അന്നത്തെ വിസിൽ ഉദ്യോഗസ്ഥരുടെ വാക്ക് കേട്ട് എന്ന് പറഞ്ഞാൽ ഗുണ്ടാ സംഘമായി വിസിൽ അന്ന് പ്രവർത്തിച്ചു. ഞങ്ങളെ ആക്രമിക്കുവാൻ ഗുണ്ടകളെ ഇറക്കിയത്, ഗുണ്ടകളെ ഏർപ്പാട് ചെയ്തത് അന്നത്തെ വിസിലിന്റെ MD അടക്കമുള്ള ഉദ്യോഗസ്ഥരായിരുന്നുവെന്ന് സെയിലിംഗ് കമന്ററി അല്ല പറയുന്നത്, റിച്ചൻസ് എന്ന വിഴിഞ്ഞത്തെ കരുത്തനായ തൊഴിലാളി നേതാവ് പറയുന്നു. അദ്ദേഹത്തിന്റെ ഫേസ്ബുക്കിന്റെ പൂർണ്ണമായ പോസ്റ്റ് ഇങ്ങനെയാണ്: ആ ദിനം ഏലിയാസ് ജോണിന്റെ സ്വപ്നങ്ങൾക്ക് മുറിവ് ഏൽക്കുക മാത്രമല്ല, താങ്കളെ തുറമുഖ ശുഭാപ്തി വിശ്വാസക്കാരിൽ ശരിക്കും തെറ്റിദ്ധരിപ്പിക്കപ്പെട്ട ദിനം കൂടിയായിരുന്നു. അന്ന് KPCC ഓഫീസിൽ താങ്കളെ ഭീഷണിപ്പെടുത്താൻ വന്നവരിൽ ചിലർക്ക് തുറമുഖ പദ്ധതിക്ക് ആവശ്യമില്ലാത്ത ഭൂമി വിസിലിനെ കൊണ്ട് എടുപ്പിക്കണമായിരുന്നു. ഇന്നലെ സെയിലിംഗ് കമന്ററി അവതരിപ്പിച്ചപ്പോൾ പറഞ്ഞു,
എന്തുകൊണ്ടാണ് ഞങ്ങളെ ആക്രമിക്കാൻ ചിലർ വന്നത് എന്ന് പിന്നൊരവസരത്തിൽ പറയാമെന്ന് പറഞ്ഞിരുന്നു. ഇത്ര പെട്ടെന്ന് അത് വെളിപ്പെടുത്തേണ്ടി വരുമെന്ന് വിചാരിച്ചില്ല. ശ്രീ റിച്ചൻസ് അത് വെളിപ്പെടുത്തി കഴിഞ്ഞു. എന്താണ് ഒരു ഭൂമി കച്ചവടം? റിയൽ എസ്റ്റേറ്റ് മാഫിയ എന്ന് പറയുന്ന ഇതാണ്. വിഴിഞ്ഞം പദ്ധതിക്ക് ആവശ്യമില്ലാത്ത ഭൂമി, വിഴിഞ്ഞം പദ്ധതിയുമായി നേരിട്ട് ബന്ധമില്ലാത്ത ഭൂമി വിസിലിനെ കൊണ്ട് എടുപ്പിക്കുക എന്നുള്ളതായിരുന്നു ഈ ഗുണ്ടാ സംഘത്തിന്റെ, ഈ ബ്രൂട്ടസ്മാരുടെ ലക്ഷ്യം. എന്ന് പറഞ്ഞാൽ ശ്രീ സുധീരനുമായി നടക്കുന്ന ചർച്ചയിലൂടെ കരാർ ഒപ്പിടാതിരുന്നാൽ ഈ ഭൂമി കച്ചവടം നടക്കാതെ പോകും. അപ്പോൾ ഭൂമി കച്ചവടം നടക്കണമെങ്കിൽ ഏത് വിധേനയും ഇത് തകർക്കാൻ, കരാറിൽ പിഴവുകളുണ്ട് എന്ന് ചൂണ്ടിക്കാട്ടി തർക്കിച്ചു കൊണ്ടിരിക്കുന്ന ഇവരെ കൈകാര്യം ചെയ്യാൻ വിസിൽ MD തന്നെ നേരിട്ട് ബ്രൂട്ടസായി രംഗത്തിറങ്ങി എന്നാണ് റിച്ചൻസ് പറയുന്നത്. റിച്ചൻസിനും ക്ഷണമുണ്ടായിരുന്നു. അന്ന് KPCC ഓഫീസിൽ താങ്കളെ ഭീഷണിപ്പെടുത്താൻ വന്നവരിൽ ചിലർക്ക് തുറമുഖ പദ്ധതിക്ക് ആവശ്യമില്ലാത്ത ഭൂമി വിസിലിനെ കൊണ്ട് എടുപ്പിക്കണമായിരുന്നു. അന്ന് ഇന്നത്തെ ഇങ്ങനെയുള്ള തുറമുഖ കരാർ ഒപ്പിട്ടാൽ മാത്രമേ പലരുടെയും പല കാര്യങ്ങളും ചെയ്യാൻ കഴിയൂ എന്ന ബോധ്യത്തിലാണ് കായിക കാര്യ പരിപാടികളുമായി അവർ എന്തിനും തയ്യാറായി ഇടതും വലതും നോക്കി ചിന്തിക്കാതെ മുന്നോട്ട് വന്ന് താങ്കളെ കയ്യേറ്റം ചെയ്യാൻ ശ്രമിച്ചത്. ഇപ്പോൾ സെലിംഗമന്ത്രി പറഞ്ഞ കാര്യങ്ങൾ ഒന്നും അവാസ്തവമല്ല എന്നെങ്കിലും പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് ഇപ്പോൾ ബോധ്യമാകുന്നുണ്ടാകും. ഇന്ന് കാലം കരുതി വെച്ച മറുപടിയും താങ്കൾ നൽകി. അവർക്ക് വിസിലിൻ്റെ കെയർ ഓഫിൽ ഉമ്മൻചാണ്ടി സാർ വേണ്ടുവോളം സാമ്പത്തിക സഹായം നൽകി. ഇങ്ങനെയൊക്കെയാണ് നമ്മുടെ നാട്ടിൽ കാര്യങ്ങൾ നടക്കുന്നത്. ഇത് റിച്ചൻസിൻ്റെ സ്വകാര്യമായ അനുഭവത്തിൽ നിന്നാണ് അദ്ദേഹം എഴുതിയതെങ്കിൽ അമേരിക്കയിലിരിക്കുന്ന പ്രശാന്ത്, അദ്ദേഹവും ഈ എപ്പിസോഡ് കണ്ടിട്ട് അദ്ദേഹത്തിൻ്റെ അനുഭവം എഴുതി അറിയിച്ചു. അദ്ദേഹമാണ് ഞങ്ങളെ ഈ ചർച്ചയ്ക്ക് വേണ്ടി ഇന്ദിരാഭവനിൽ കൊണ്ടുവിടുന്നത്. അദ്ദേഹത്തിൻ്റെ വാഹനത്തിൽ ഈ ഗുണ്ടാ സംഘത്തിൻ്റെ വായിൽ നിന്ന്, ഈ ബ്രൂട്ടസുമാരുടെ കയ്യിൽ നിന്നും ഞങ്ങളെ രക്ഷപ്പെടുത്തി കൊണ്ടുപോയത് പ്രശാന്ത് ആയിരുന്നു എന്നും അദ്ദേഹം അമേരിക്കയിൽ ഇരുന്നു കൊണ്ട് ഒരു കുറിപ്പിലൂടെ നമ്മളെ ഓർമ്മപ്പെടുത്തുകയാണ്. ഇങ്ങനെയുള്ള ചില കഠിന കാലങ്ങൾ കടന്നാണ് ഇന്ന് കപ്പലുകൾ വരുന്ന മനോഹരമായ ഒരു തീരത്തേക്ക് നമ്മൾ അടുത്തിരിക്കുന്നത്. നിരവധി കാര്യങ്ങൾ ഇനിയും പറയുവാനുണ്ട്. ഇതുപോലുള്ള ഓരോ സന്ദർഭങ്ങളിൽ അത്തരം അനുഭവങ്ങൾ, അത്തരം പീഡാനുഭവങ്ങൾ പ്രേക്ഷകരുമായി പങ്കുവയ്ക്കാൻ സമയം കണ്ടെത്താം. സൈനിങ് ഓഫ്, എലിയാസ് ജോൺ.